ആഴത്തിൽ നിന്നു ഞാൻ വിളിക്കുന്നു, അങ്ങേ നോക്കി പരമ്പൊരുളേ. മാമകരോദനം കേട്ടിടുവാൻ ദൈവമേ നീ ചെവി ചായ്ക്കൂ, ദൈവമേ നീ ചെവി ചായ്ക്കൂ. മാർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 49-ാം തിരുവചനം. കാരണം എല്ലാവരും അഗ്നിയിൽ ഉറകൂട്ടപ്പെടും. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ മാക്മില്യൻ കോൾബെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: മാലാഖമാർക്ക് മനുഷ്യരോട് അസൂയ തോന്നുകയാണെങ്കിൽ അതൊറ്റ കാരണം കൊണ്ട് മാത്രമായിരിക്കും, പരിശുദ്ധ ദിവ്യകാരുണ്യം. നിങ്ങൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോഴൊക്കെ അത് നിങ്ങളുടെ ആദ്യത്തേതും അവസാനത്തേതുമായ ഏക ദിവ്യകാരുണ്യം എന്ന രീതിയിൽ സ്വീകരിക്കുക. വിശുദ്ധ മാക്മില്യൻ്റെ ഈ വാക്കുകൾ ഏറെ അർത്ഥവത്തായ ഒന്നാണ്. മരണം ഏതു നിമിഷവും ആഗതമാകാൻ സാധ്യതയുള്ളതിനാൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ നിറസാന്നിധ്യമായ ദിവ്യകാരുണ്യത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാൻ വിശുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിചിന്തനം: വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള നിരവധി അവസരങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും ഈ അവസരങ്ങൾ നാം ഉപേക്ഷിക്കുന്നു. മരണമെന്ന യാഥാർത്ഥ്യം എപ്പോഴാണ് നമ്മെ തേടി വരുന്നതെന്ന് നമുക്കറിയില്ല. വിശുദ്ധ കുർബാനയിൽ അനുദിനം പങ്കെടുക്കണമെന്നും യേശുവിൻ്റെ നിറസാന്നിധ്യമായ ദിവ്യകാരുണ്യം സ്വീകരിച്ച് നിത്യജീവിതത്തിനായി തന്നെ ഒരുക്കണമെന്നും പ്രതിജ്ഞയെടുക്കുക. പ്രാർത്ഥന. നിത്യപിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ ഏക കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ശുദ്ധാത്മാക്കൾക്കു വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള എല്ലാ പാപികൾക്കു വേണ്ടിയും തിരുസഭയിലുള്ള എല്ലാ പാപികൾക്കു വേണ്ടിയും എൻ്റെ കുടുംബത്തിലും തലമുറകളിലുള്ളവർക്ക് വേണ്ടിയും ഞാൻ കാഴ്ചവെക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവരെ, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ പ്രാർത്ഥന അതിൻ്റെ 28-ാം ദിനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് നിരവധി പേരാണ് ഈ പ്രാർത്ഥനയുമായി നമ്മോടൊപ്പം ഒത്തുചേർന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് പലരും പങ്കെടുത്തു. അവരെയൊക്കെ ഈ അവസരത്തിൽ ഓർക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തെ സ്നേഹിതർക്ക് വേണ്ടി അവർ സമർപ്പിച്ച പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകും എന്ന് അവർ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രാർത്ഥനയിൽ അവരൊക്കെ പങ്കെടുത്തത്. അവരെയൊക്കെ സ്നേഹപൂർവ്വം ഓർക്കുന്നു. ഓരോ സൽകൃത്യങ്ങൾക്കും യോഗ്യതാഫലവും പാപപരിഹാര ഫലവും ലഭിക്കുന്നതാണ്. യോഗ്യതാഫലം അന്യാധീനപ്പെടുത്തുവാൻ പാടുള്ളതല്ല, എന്നാൽ പരിഹാരഫലം ആർക്കെങ്കിലും ദാനം ചെയ്യാവുന്നതുമാണ്. നാം ഇപ്പോൾ സ്വയം സമ്പാദിച്ചതും നമ്മുടെ മരണത്തിന് ശേഷം അന്യന്മാർ നമുക്ക് ലഭിച്ചു തരുവാനിരിക്കുന്നതുമായ പാപപരിഹാര ഫലം മുഴുവനും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് കാഴ്ച കൊടുത്തു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നത് ഏറെ നല്ലതാണ്. ഈ നേർച്ച ശുദ്ധീകരണ സ്ഥലത്തിലെ രാജ്ഞിയായ പരിശുദ്ധ മറിയം വഴി സമർപ്പിക്കുന്നതാകും ഉത്തമം. നമ്മുടെ സംബന്ധികൾ, ഉപകാരികൾ, സ്നേഹിതർ മുതലായി നാം കടപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതിന് ഈ നേർച്ച കൊണ്ട് യാതൊരു തടസ്സവുമില്ല. ഈ നേർച്ച കഴിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാർ ദിവ്യപൂജ അർപ്പിക്കുന്നതോളം പൂർണ്ണ ദണ്ഡവിമോചനം അവർക്ക് ലഭിക്കുന്നതാണ്. അപ്രകാരം തന്നെ ചാവുദോഷം കൂടാതെ തിങ്കളാഴ്ച കുർബാന കാണുന്നവർക്കും പൂർണ്ണ ദണ്ഡവിമോചനമുണ്ട്. ഇത് ലഭിക്കുന്നതിന് ദേവാലയം സന്ദർശിച്ച് മാർപ്പാപ്പയുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ ദണ്ഡവിമോചനം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് കാഴ്ചവെക്കുവാനും ആവശ്യമാണ്. പ്രിയമുള്ളവരെ, നമുക്കും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സങ്കേതവും ആരോഗ്യവുമായിരിക്കുന്ന ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഗസ്തമനിയിൽ വച്ച് നിലത്തൊഴുകും വരെയും
സർവാംഗത്തിൽ നിന്ന് രക്തം വിയർത്ത് മഹാപീഡന അനുഭവിച്ചുവല്ലോ. അങ്ങേ വിലമതിച്ചുകൂടാത്ത തിരുരക്തത്തെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് കൃപ ചെയ്തരുളണമേ. പാപദൂഷ്യത്താൽ ആത്മാക്കൾക്ക് ഉണ്ടായിരിക്കുന്ന ശിക്ഷയെ കുറച്ചരുളണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.